ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി വഴന്ന് വന്നാൽ മതി, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 തക്കാളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇതിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ റോസ് സ്മെല്ല് നല്ല മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണോ എരിവിൻ്റെ അളവ് അതിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാം. മല്ലിപ്പൊടി ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഗരം മസാലയും ചിക്കൻ മസാലയും 1/2 സ്പൂൺ വീതം. ഇനി ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 10 അണ്ടിപ്പരിപ്പ് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കണമെന്നുണ്ട്. നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇനി സെയിം പാനിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വല്ലാതെ നീണ്ട കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് പുഴുങ്ങി വെച്ച കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മസാലയൊക്കെ നല്ല പിടിക്കുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല അടിപൊളി കറിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പത്തിൻ്റെ, ചപ്പാത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉലുവയുടെ ഇല, അതായത് കസ്തൂരി മേത്തി 1 സ്പൂൺ കയ്യിലിട്ടൊന്ന് പൊടിച്ച് അതുകൊണ്ട് ചേർത്ത് കൊടുത്താൽ കറി റെഡിയായി.